നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും വലിയൊരാഗ്രഹമുണ്ട്. നാട്ടുകാർക്ക് മുന്നിൽ വലിയ ആളാകണം, വലിയ വലിയ വിജയങ്ങൾ കൊയ്യണം, ഉയർന്ന സ്ഥാനമാനങ്ങൾ നേടിയെടുക്കണം, നമ്മളെ എതിർക്കുന്ന ശത്രുക്കളെയൊക്കെ തോൽപ്പിച്ച് മുന്നേറണം. സാധാരണ ഏതൊരു മനുഷ്യനും വിചാരിക്കുന്നത് ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നാണ്. എന്നാൽ എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഭാരതീയ ചിന്തയുടെ നെറുകയിൽ നിന്ന് ഗൗതമ ബുദ്ധൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരു വലിയ സത്യമാണ്. ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ജയിക്കേണ്ട ഏറ്റവും വലിയ പോരാട്ടം പുറത്തുള്ള ലോകത്തോടല്ല, സ്വന്തം ഉള്ളിലെ ചിന്തകളോടും വികാരങ്ങളോടും മാത്രമാണ്. നിങ്ങളുടെ സ്വന്തം മനസ്സിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ നിങ്ങൾ തോറ്റുപോയാൽ പിന്നെ ഈ പുറം ലോകത്ത് നേടുന്ന 1000 വിജയങ്ങൾക്കും ഒരു വിലയും ഉണ്ടാകില്ല. കോടാനുകോടി മനുഷ്യരാണ് ഈ മണ്ണിലൂടെ ജീവിച്ചു കടന്നുപോകുന്നത്. എന്നാൽ സ്വന്തം മനസ്സിനെ പൂർണ്ണമായി അടക്കി ഭരിക്കാൻ സാധിച്ചവർ മാത്രമാണ് ചരിത്രത്തിലെന്നും ജീവിക്കുന്നത്. നമ്മുടെ മനസ്സാണ് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെയും അവസ്ഥകളെയും പണിതുയർത്തുന്നത്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഭയവും ദേഷ്യവും അസൂയയും വിഭ്രാന്തികളുമാണ് പുറത്തെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങളായി വന്നു നിൽക്കുന്നത്. സ്വന്തം മനസ്സുകൊണ്ട് തോൽക്കാൻ നിങ്ങൾ തയ്യാറാകാത്തിടത്തോളം കാലം പുറത്തുള്ള ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. സ്വന്തം വികാരങ്ങൾക്ക് അടിമയായി കഴിയുന്ന ഒരു മനുഷ്യൻ എത്ര വലിയ പണക്കാരനായാലും വലിയ അധികാരമുള്ളവനായാലും സത്യത്തിൽ അവൻ തോറ്റുപോയ ഒരു പാവമാണ്. എന്നാൽ ഒരു ചെറിയ കൂരയിൽ കഴിയുന്നവനാണെങ്കിലും സ്വന്തം ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ളവൻ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവ്. ഈ ഒരു വലിയ സത്യത്തിൽ നിന്നാണ് ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലെ യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. ആ മാറ്റത്തിന്റെ ആഴം മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കണം. കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും നമ്മുടെ മനസ്സുണ്ടാക്കുന്ന തരംഗങ്ങൾ അത്രമേൽ ശക്തമാണ്. കലക്കമില്ലാതെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയിൽ തെളിയുന്ന പ്രതിബിംബം എത്രത്തോളം വ്യക്തമാണോ, അതുപോലെ ശാന്തമായ ഒരു മനസ്സിൽ മാത്രമേ ഏതൊരു കാര്യത്തിനും ശരിയായ തീരുമാനങ്ങളും ചിന്തകളും ഉണ്ടാകൂ. എന്നാൽ ഇന്ന് ഭൂരിഭാഗം മനുഷ്യരുടെയും മനസ്സുകൾ കൊടുങ്കാറ്റിൽപ്പെട്ട കടൽ പോലെ അശാന്തമായി കിടക്കുകയാണ്. അനാവശ്യമായ വികാരങ്ങൾ, ആളുകൾ നമ്മളെക്കുറിച്ച് എന്തു വിചാരിക്കും എന്ന വെപ്രാളം, തോറ്റുപോകുമോ എന്ന പേടി, അസൂയ, കോപം ഇവയെല്ലാം ആ മനസ്സമാധാനക്കേടിനെ വീണ്ടും കൂട്ടിവിടുന്നു. നമുക്ക് ചുറ്റുമുള്ള ആളുകളും സാഹചര്യങ്ങളുമാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ബുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറിച്ചാണ്. നമ്മെ വേദനിപ്പിക്കുന്നത് ബാഹ്യമായ അനുഭവങ്ങളോ സാഹചര്യങ്ങളോ അല്ല, ആ അനുഭവങ്ങളോട് നമ്മുടെ മനസ്സ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് കാര്യം. ഒരേപോലെയുള്ള വീഴ്ചകളിൽ അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ചകളിൽ പെടുന്ന 2 മനുഷ്യരെ ഒന്ന് നോക്കൂ. അതിലൊരാൾ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തുനിയുമ്പോൾ രണ്ടാമൻ അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് കൂടുതൽ ശക്തനായി ഉയർത്തെഴുന്നേൽക്കുന്നു. ഇവിടെ ഇരുവർക്കും സാഹചര്യങ്ങൾ ഒന്നുതന്നെയായിരുന്നു. എന്നാൽ ആ സാഹചര്യത്തെ നേരിട്ട മനസ്സിന്റെ കരുത്ത് വ്യത്യസ്തമായിരുന്നു. മനസ്സിനെ കൃത്യമായി നിയന്ത്രിച്ചു നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കുറവുകൾ നിങ്ങളെ വിഴുങ്ങിക്കളയും. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനു പോലും ചെയ്യാൻ കഴിയാത്തത്ര വലിയ അപകടങ്ങൾ നിങ്ങളുടെ തന്നെ ചിന്തകൾക്ക് നിങ്ങളോട് ചെയ്യാൻ സാധിക്കും. തിരിച്ചും അതുതന്നെയാണ് സത്യം. നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അഭ്യുദയകാംക്ഷികൾക്കോ നൽകാൻ കഴിയാത്തത്ര വലിയ വിജയവും സമാധാനവും നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ശാന്തമായ മനസ്സുണ്ടായാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതിനാൽ വികാരങ്ങളുടെ കാറ്റിൽ ഉലയുന്ന ഒരു തോണിയാകാതെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന മനസ്സിനെ വാർത്തെടുക്കുക എന്നതാണ് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും പ്രാഥമികമായ കടമ. സ്വന്തം മനസ്സിനെ ഒന്ന് കയ്യിലൊതുക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിലെ എല്ലാ ചിന്തകളെയും കൊന്നൊടുക്കലല്ല, ഭാവങ്ങളില്ലാത്ത ഒരു മരക്കഷ്ണം പോലെ ജീവിക്കലുമല്ല. നമ്മുടെ ഉള്ളിൽ തെളിയുന്ന സന്തോഷവും സങ്കടവും ദേഷ്യവുമെല്ലാം നമ്മെ ഭരിക്കാൻ സമ്മതിക്കാതെ അതിന്റെയൊക്കെ യഥാർത്ഥ യജമാനനായി നമ്മൾ തന്നെ മാറുക എന്നതാണ് ഇതിന്റെ ഉള്ളടക്കം. നമ്മുടെ മനസ്സിൽ ഓരോ നിമിഷവും ഓരോ ചിന്തകൾ മുളച്ചു വരുന്നുണ്ട്. അവയൊക്കെ ഓരോ കൊച്ചുവിത്തുകളാണ്. ആ വിത്തിലേക്ക് നമ്മൾ പകയുടെയും സങ്കടത്തിന്റെയും ഭയത്തിന്റെയും വെറുപ്പിന്റെയും വളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ ദുരന്തവും നിരാശയുമല്ലാതെ വേറൊന്നും വിളവെടുക്കാനുണ്ടാകില്ല. എന്നാൽ മറിച്ച് നല്ല പ്രകാശമുള്ള, ധൈര്യമുള്ള, നല്ല ചിന്തകളെയാണ് നമ്മൾ മനസ്സിൽ നട്ടുവളർത്തുന്നതെങ്കിൽ നമ്മുടെ ഈ ജീവിതം കാണാൻ അഴകുള്ള ഒരു വലിയ പൂന്തോട്ടമായി പൂത്തുലയും. ഉള്ളിലെ വികാരങ്ങളെ പിടിച്ച് അടിച്ചമർത്താനല്ല ബുദ്ധൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്, അതിനെ ഒരു ദൂരക്കാഴ്ചക്കാരനെ പോലെ ശാന്തമായി നോക്കിക്കാണാനാണ്. ദേഷ്യം വരുമ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടു തുള്ളുന്നു എന്ന് കരുതുന്നതിനേക്കാൾ എന്റെ ഉള്ളിലേക്ക് ദേഷ്യം എന്നൊരു താൽക്കാലികമായ കാറ്റ് വന്നുപോയി എന്ന് തിരിച്ചറിയാനുള്ള പക്വതയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മുടെ ഉള്ളിലൂടെ വെറുതെ കടന്നുപോകുന്ന ചില കറുത്ത കാർമേഘങ്ങൾ മാത്രമാണ് ഈ വികാരങ്ങളെല്ലാം. എന്നാൽ നീ എന്ന് പറയുന്ന ആ മനുഷ്യൻ ആ കാർമേഘങ്ങൾക്ക് പിന്നിൽ അനങ്ങാതെ കിടക്കുന്ന വലിയ ആകാശമാണ്. ആകാശം എപ്പോഴും നിശ്ചലമാണ്, ശാന്തമാണ്.
മേഘങ്ങൾ വരും, മഴ പെയ്ത് അത് മടങ്ങും, പക്ഷെ ആകാശത്തിന്റെ വ്യാപ്തിക്കോ ശാന്തതയ്ക്കോ ഒരു കുറവും സംഭവിക്കില്ല. ഈ ഒരു വലിയ സത്യം നമ്മൾ നെഞ്ചിലേറ്റിയാൽ പിന്നെ ജീവിതത്തിൽ ഏത് വലിയ പ്രതിസന്ധിയും കൊടുങ്കാറ്റും വന്നാലും വളരെ ലളിതമായി അതിനെ നേരിടാൻ നമുക്ക് കഴിയും. മറ്റുള്ളവർ പരിഹസിച്ചാലും വലിയ വീഴ്ചകൾ സംഭവിച്ചാലും നമ്മുടെ ഉള്ളിലെ ഭാവം ഒട്ടും ഉലയില്ല. ലോകത്തിന്റെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ നടക്കാതെ സ്വന്തം ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധയുറപ്പിച്ച് മുൻപോട്ടു പോകാൻ ഈ ഉള്ളിലെ വലിയ ശാന്തത നമ്മെ സഹായിക്കും. ഈ മനോഹരമായ ജീവിതയാത്രയിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ തടസ്സം എന്താണെന്നറിയാമോ? കളിച്ചു തീർത്ത പഴങ്കഥകളെക്കുറിച്ചുള്ള ദുഃഖങ്ങളും നാളെ എന്തു സംഭവിക്കും എന്നുള്ള അനാവശ്യമായ പേടികളുമാണ്. പണ്ട് കൈവിട്ടുപോയ അവസരങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും ഓർത്ത് നമ്മൾ വെറുതെ നെഞ്ചിൽ തീയെരിയിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നാളെ എന്തു സംഭവിക്കും, പഠിത്തം കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടുമോ, തുടങ്ങാൻ പോകുന്ന ആ കച്ചവടം വലിയ വിജയമാകുമോ എന്നൊക്കെ ഓർത്ത് വിറച്ച് ഈ മനോഹരമായ വർത്തമാന നിമിഷത്തെ നമ്മൾ സ്വയം നശിപ്പിക്കുന്നു. കഴിഞ്ഞുപോയ ഭൂതകാലം ഒരു അടഞ്ഞ പുസ്തകം മാത്രമാണ്. അതിലേക്ക് തിരിച്ചുപോയി ഒരു ചെറിയ അക്ഷരം പോലും തിരുത്തിയെഴുതാൻ ഭൂമിയിൽ ആർക്കും കഴിയില്ല. ഇനി വരാനിരിക്കുന്ന ഭാവിയാകട്ടെ വലിയൊരു രഹസ്യമാണ്. അതിലേക്ക് ആർക്കും നേരത്തെ കടന്നു ചെല്ലാനും പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ സത്യമായിട്ടുള്ള ജീവസുറ്റ ഒരേയൊരു സമയം ഈ വർത്തമാന നിമിഷം മാത്രമാണ്. ഈ നിമിഷത്തിൽ നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക. ഇപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് മുഴുവൻ സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും സമർപ്പണത്തോടെയും ചെയ്യുക. നിങ്ങളുടെ ഓരോ വർത്തമാന നിമിഷവും കൃത്യമായി മാറുമ്പോൾ നിങ്ങളുടെ ഭാവിയും താനേ അതിമനോഹരമായി രൂപപ്പെടും. ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിച്ച ഒരു മനുഷ്യന് ഒരു തരത്തിലുള്ള ഭയമോ ഉത്കണ്ഠയോ അനുഭവപ്പെടില്ല. അവൻ കാലത്തിന്റെ ഒഴുക്കിനൊപ്പം വലിയ സമാധാനത്തോടെ ഒഴുകി ജീവിക്കും. കേൾക്കുമ്പോൾ ഇത് വളരെ എളുപ്പമുള്ള കാര്യമായി തോന്നും. എന്നാൽ നിരന്തരമായ പരിശീലനത്തിലൂടെ മാത്രമേ മനസ്സിനെ ഈ നിൽക്കുന്ന നിമിഷത്തിൽ തളച്ചിടാൻ നമുക്ക് സാധിക്കൂ. ഒരു മനുഷ്യന് അവന്റെ മനസ്സിനെ കൂട്ടിലാക്കി നിർത്തി അച്ചടക്കം പഠിപ്പിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അവൻ ദിവസവും കുറച്ചു നേരമെങ്കിലും സ്വന്തം ഉള്ളിലേക്ക് ഒതുങ്ങി നിശബ്ദനായിരിക്കാൻ പഠിക്കണം. ഇന്നത്തെ ഈ ലോകത്തിൽ നമ്മളെ കാണാൻ രസമുള്ള ഓരോരോ കളിപ്പാട്ടങ്ങളും കയ്യിലിരിക്കുന്ന ഈ ഫോണിലെ മായാലോകങ്ങളും ചുറ്റുമുള്ള മനുഷ്യന്മാരുടെ അനാവശ്യ വർത്തമാനങ്ങളുമൊന്നും നമ്മുടെ മനസ്സിന് ഒരു തരി സമയം പോലും സമാധാനം തരുന്നില്ല. നേരം പുലരുന്നതു മുതൽ രാത്രി കണ്ണടയ്ക്കുന്നതുവരെ ആവശ്യമില്ലാത്ത ഓരോരോ വെറുപ്പും ചവറുകളും നമ്മൾ നമ്മുടെ തലച്ചോറിലേക്ക് കുത്തിനിറച്ച് ചിന്തകളെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഴുക്കുപിടിച്ചൊരു പാത്രത്തിൽ എത്ര നല്ല തെളിവെള്ളം ഒഴിച്ചുവെച്ചാലും അത് കുടിക്കാൻ പറ്റാതെയാകും. അതുപോലെ തന്നെയാണ് ആവശ്യമില്ലാത്ത ചിന്തകൾ നിറച്ചുവെച്ച മനസ്സിൽ. നല്ല ആശയങ്ങളോ വിജയത്തിന്റെ വെളിച്ചമോ ഒക്കെ വന്നു വീഴണം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ ദിവസവും കുറച്ചു സമയം മിണ്ടാതിരിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന ആ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. ശാന്തമായിരുന്ന് സ്വന്തം ഉള്ളിലെ കാഴ്ചകൾ കണ്ടു തുടങ്ങുക. ഈ ഒരു അവസ്ഥ നിങ്ങളുടെ നെഞ്ചിലെ വലിയ വലിയ ഭാരങ്ങളൊക്കെ താഴെ ഇറക്കി വെക്കാൻ നിങ്ങളെ സഹായിക്കും. മനസ്സിനുള്ളിലെ ആ ചവറുകളൊക്കെ തൂത്തുവാരി വെളികളയുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു പുതിയ തെളിച്ചം വരും. അങ്ങനെയുള്ള തെളിഞ്ഞ മനസ്സുള്ള ഒരു മനുഷ്യന് വഴിയിലെത്ര വലിയ തടസ്സങ്ങൾ വന്നാലും അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ചു മുന്നോട്ടു പോകാനുള്ള ശക്തിയുണ്ടാകും. സൂര്യന്റെ വെളിച്ചത്തെ ഒരു ലെൻസ് വെച്ച് ഒരൊറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിക്കുമ്പോൾ ആ കടലാസ് കത്തിപ്പടരുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ നിങ്ങളുടെ ചിന്തകളെ വെറുതെ പാഴാക്കാതെ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയാൽ നടക്കില്ല എന്ന് കരുതുന്ന ഏതൊരു കാര്യവും നിസ്സാരമായി നടക്കുന്നത് കാണാം. ജീവിതത്തിൽ നമ്മളൊക്കെ എന്തിനൊക്കെയോ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. കാശ്, പ്രശസ്തി, വലിയ വലിയ ആഡംബരങ്ങൾ, നാട്ടുകാരുടെ മുന്നിലെ കയ്യടി, അങ്ങനെ പട്ടിക നീണ്ടുപോകും. ഇതൊക്കെ ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന് ബുദ്ധൻ പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒരു തരി ശാന്തിയും സമാധാനവും ഇല്ലെങ്കിൽ പിന്നെ ആ വിജയങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല എന്നതാണ് സത്യം. പുറത്തെ ലോകത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങളൊക്കെ 2 ദിവസത്തെ വിശേഷം മാത്രമാണ്. പുതിയൊരു വണ്ടി വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആവേശം കുറച്ചു ദിവസം കഴിഞ്ഞാൽ താനേ ഇല്ലാതായിപ്പോകും. എന്നാൽ സ്വന്തം മനസ്സിനെ അടക്കി നിർത്തി ഉണ്ടാക്കിയെടുക്കുന്ന ആന്തരിക സമാധാനമുണ്ടല്ലോ, അത് എന്നെന്നും കൂടെയുണ്ടാകും. അതിന് പുറത്തെ ലോകത്തിലെ മാറ്റങ്ങളുമായി ഒരു ബന്ധവുമില്ല. കയ്യിൽ എത്ര കാശുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ സമനില തെറ്റാതെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരെക്കാൾ കൂടുതൽ കാശുണ്ടാക്കുന്നതിലല്ല കാര്യം, സ്വന്തം ആഗ്രഹങ്ങളെ അളന്നുകുറിച്ച് നിയന്ത്രിക്കുന്നതിലാണ് യഥാർത്ഥ വിജയമിരിക്കുന്നത്. ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ല, അത് കത്തിപ്പടരുന്ന തീ പോലെയാണ്. അതിലേക്ക് നിങ്ങൾ വറകുകൾ ഇട്ടുകൊടുക്കും തോറും അത് വലുതായിക്കൊണ്ടേയിരിക്കും. എന്നാൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് ആഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് കിട്ടിയതിൽ തൃപ്തിയോടെ ജീവിക്കാൻ പഠിച്ചാൽ അന്ന് നിങ്ങളുടെ ഉള്ളിൽ സമാധാനത്തിന്റെ ഒരു വലിയ ഉറവ പൊട്ടിപ്പുറപ്പെടും. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വന്നുചേരുന്ന ചില തല്ലിപ്പൊളി മനുഷ്യരും മോശം സാഹചര്യങ്ങളുമുണ്ട്.
അത് നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ഈ ലോകത്ത് നമ്മളെ തളർത്താനും ആത്മവിശ്വാസം കെടുത്താനുമൊക്കെ ഒത്തിരി ആളുകളുണ്ടാകും. അവർ നമ്മളെക്കുറിച്ച് വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ചു പറഞ്ഞേക്കാം, നമ്മളെ കൂടെ നിന്ന് വഞ്ചിച്ചേക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ തിരിച്ചു പണികൊടുക്കണം എന്ന ചിന്തയോടെയും കലിപ്പോടെയും പ്രതികരിക്കാൻ നിന്നാൽ അത് നമ്മുടെ സ്വന്തം മനസ്സിന്റെ സമാധാനം കളഞ്ഞു കുളിക്കും. പണ്ട് ബുദ്ധൻ പറഞ്ഞ കേട്ടുകേൾവിയുള്ള ഒരു കഥയുണ്ട്. ഒരാൾ ബുദ്ധന്റെ അടുത്തു ചെന്ന് അദ്ദേഹത്തെ കുറെ ചീത്ത വിളിച്ചു. ബുദ്ധനാണെങ്കിൽ അതൊക്കെ കേട്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. ചീത്ത വിളിച്ച ആൾക്ക് മടുത്ത് സ്വയം നിർത്തിയപ്പോൾ ബുദ്ധൻ അതിയാനോട് ഒരു കാര്യം ചോദിച്ചു. നീ ഒരാൾക്ക് കൊടുക്കാൻ ഒരു സമ്മാനം കൊണ്ടുവരുന്നു, എന്നാൽ ആ വ്യക്തി അത് വാങ്ങിയില്ലെങ്കിൽ ആ സമ്മാനം പിന്നെ ആരുടേതായിരിക്കും? ചീത്ത വിളിച്ചയാൾ പറഞ്ഞു, അത് പിന്നെ എന്റെ കയ്യിൽ തന്നെയിരിക്കും. ബുദ്ധൻ പറഞ്ഞു, അതേപോലെ നീ എനിക്ക് തന്ന ഈ ചീത്തവിളിയും ചീത്തവാക്കുകളും ഞാൻ കൈനീട്ടി വാങ്ങിയിട്ടില്ല, അതുകൊണ്ട് അതൊക്കെ നിന്റെ കയ്യിൽ തന്നെയിരിക്കുന്നു. എത്ര വലിയൊരു കാര്യമാണിത്! മറ്റുള്ളവർ നമ്മുടെ നേർക്ക് വലിച്ചെറിയുന്ന നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളത് മനസ്സിലേക്കെടുക്കാതിരുന്നാൽ പിന്നെ ആരുടെ വാക്കിനും നമ്മുടെ നെഞ്ചിലെ ശാന്തത ഇല്ലാതാക്കാൻ കഴിയില്ല. പിന്നെ ഒരു കാര്യം ഓർക്കണം, ഒറ്റ ദിവസം കൊണ്ട് ആർക്കും മനസ്സിനെ കൈപ്പിടിയിലാക്കാൻ പറ്റില്ല. അത് ഓരോ നിമിഷവും ചെയ്യേണ്ട വലിയൊരു ജീവിത പരിശീലനമാണ്. ഇതിനിടയിൽ നമ്മൾ തളർന്നു വീണുപോയേക്കാം, ചിലപ്പോൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പല തെറ്റുകളും വരുത്തിയേക്കാം. പക്ഷെ അവിടെ വീണുകിടക്കരുത്. ഓരോ വീഴ്ചയും വീണ്ടും തടഞ്ഞു വീഴാതെ നടക്കാനുള്ള നല്ല പാഠങ്ങളാണ്. നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ കാര്യം. അതിന് ശരിയായ വഴിക്ക് വിട്ടാൽ അത് നമ്മളെ വലിയ ഉന്നതികളിലെത്തിക്കും. അതിന് വഴിപ്പെട്ടുകൊടുത്താൽ അത് നമ്മെ നാശത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യും. ആ ബുദ്ധന്റെ വെളിച്ചം നിറഞ്ഞ വഴിയിലൂടെ നടന്ന് സ്വന്തം ഉള്ളിലെ വികാരങ്ങളെയും ഭയങ്ങളെയും വേണ്ടാത്ത ചിന്തകളെയും ഒക്കെ എറിഞ്ഞുകളഞ്ഞ് സ്വന്തം മനസ്സിന്റെ കടുപ്പമുള്ള യജമാനനായി മാറുക. സ്വന്തം ചിന്തകളെ അടക്കി നിർത്തുന്നവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വീരൻ. ആ പോരാട്ടത്തിൽ നിങ്ങളുടെ മനസ്സിനെ ജയിച്ച് ആന്തരിക ശാന്തിയും വലിയ വിജയങ്ങളും നേടി മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളിലെ യഥാർത്ഥ വിജയിയെ പുറത്തെടുക്കാനുള്ള യാത്ര ഇന്ന് ഈ നിമിഷത്തിൽ തന്നെ നിങ്ങൾ തുടങ്ങുക.